ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബന്ധത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജി 6 ഓഫ് വാൻഡ് ഷോർട്സിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമൊത്തുള്ള മുന്നോട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു യാത്ര പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ്. അവരുടെ എനർജി അതാണ്. ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ നിൽക്കുന്നത് കേട്ടോ. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമാണ് എന്നത് നമുക്കിവിടെ തന്നെ മനസ്സിലായി കേട്ടോ. ആദ്യത്തെ കാർഡ്സിൽ തന്നെ മനസ്സിലായി. അവർ നിങ്ങളുമൊത്തുള്ള മുന്നോട്ടുള്ള ഒരു ഇതാണ്. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്തും എംപ്രസ് എനർജിയാണ്. നിങ്ങൾക്കായാലും ഈ ഒരു വ്യക്തിയുടെ എന്താ പറയുക, ഈ ഒരു വ്യക്തിയുടെ അടുത്ത് അത്രത്തോളം നിങ്ങൾക്ക് ആത്മബന്ധം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾ ഈ വ്യക്തിയിൽ എന്താ പറയുക, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായ വ്യക്തിയാണ്. അല്ലെങ്കിൽ അത്രത്തോളം സോൾ കണക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളടുത്തും ഈ വ്യക്തിക്ക് അതുപോലെ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ സ്നേഹം കൊടുക്കുന്നത്, തിരിച്ച് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെയാണ് നിങ്ങളെയും കെയർ ചെയ്യുന്നത്, നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ട്ണർ, അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. മറ്റൊന്നും അവർക്ക് പകരം വെക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പകരം മറ്റൊന്നിനെയും അവരുടെ മനസ്സിലില്ല. നിങ്ങൾ തന്നെയാണ്. അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്ക് യോജിച്ചൊരു പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. അവരുടെ ഉദ്ദേശം നോക്കുന്ന സമയത്തും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിലൊരു ഭാരമാണ്. മുന്നോട്ട് പോകാൻ സാധിക്കില്ല വ്യക്തിക്ക്. അതാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, അതാണ് നിങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു തരത്തിലാണ് ആ വ്യക്തി ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ഭാരം മനസ്സിൽ വരുന്നുണ്ട് ആൾക്ക്. എന്തോ നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം അത്രത്തോളം ആൾക്ക് ഒരു റിസ്ക് എന്താ പറയുക, ഈ സമയത്ത് ജോലി ചെയ്യാൻ ഒക്കെ പറ്റാത്ത സ്ഥിതിയിലാണ്. ഈ സ്ഥിതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഭയങ്കരം ടയേർഡാണ് അവർ. ഭയങ്കരം എന്താ പറയുക, ഈ സമയത്ത് അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്നതാണ് മെയിൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് തരണം ചെയ്യാൻ പാടാണ് എന്നതാണ് കാണുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവരുള്ളത്. ഈ ഒരു സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. അവരുടെ ഒരു എനർജിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഒരു നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ ഇടപെടലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പുറത്തുനിന്ന് ഇതിൽ നല്ല രീതിയിൽ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സ്നേഹത്തെ ഇല്ലാണ്ടാക്കാൻ, അവരെ പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ കണക്ഷനെ തന്നെ തമ്മിൽ തെറ്റിക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെയും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ അത് ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണത്താൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. മറ്റുള്ളവരുടെ ഇടപെടൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സിൽ നോക്കുന്ന സമയത്തും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ എല്ലാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡാണ്. ഈ കാർഡ് കാണിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്ക്. ആദ്യം നമുക്ക് കിട്ടിയ 2 ഓഫ് കപ്സ് ആണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ആ ഒരു ലവേഴ്സ് എനർജിയിലാണ് ഉള്ളത് കേട്ടോ. രണ്ടാമത് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും.
നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ കണ്ടോ, ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. ഒരുപാട്, കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. മറ്റൊരു വ്യക്തിക്കും നിങ്ങൾക്ക് പകരം വെക്കാൻ അവർക്ക് മറ്റൊരു വ്യക്തിനെയും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. കാരണം 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഫീലിങ്സിൽ, പിന്നെ വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ അവരും മനസ്സിലാക്കുന്നത് എന്താണ്, അവർക്ക് ദൈവം കൊടുത്ത ഒരു വ്യക്തിയാണ്, അവരുടെ ഭാഗ്യമാണ് നിങ്ങളെന്ന്. ഡിവൈൻ നിങ്ങളെ എന്താ പറയുക, ഒരു അത്രത്തോളം സോൾ കണക്ഷൻ രണ്ടുപേർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കായാലും അങ്ങനെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, ഡിവൈൻ നിങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് അവരെന്ന്. കാരണം നിങ്ങൾക്ക് വേറെ ആരോടും തോന്നാത്ത ഒരു ഫീലിങ്സ് ആയിരിക്കണം ഈ ഒരു വ്യക്തിയെടുത്ത് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ആൾക്കും, നിങ്ങൾ വേറെ ആരോടും തോന്നാത്ത ഒരു ഫീലിങ്സാണ് നിങ്ങളടുത്ത് ഉള്ളത്. രണ്ടുപേരും അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ്. അപ്പോൾ അതിനെ തകർക്കാനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നതാണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നല്ല രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ബ്ലാക്ക് മാജിക്കൽ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ നിങ്ങളുടെ വ്യക്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തെ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ സൈലൻ്റായിട്ട് നിങ്ങൾക്കൊരു മാറി നിന്നിട്ടുണ്ടാവാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പരസ്പരം അകന്ന് മാറി നിന്നിട്ടുണ്ട് എന്നതും കാണുന്നുണ്ട്. അതായത് കുറച്ച് നേരം നിങ്ങൾ സൈലൻ്റായിട്ട് മാറി നിന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു ഇടപെടലിൻ്റെ ശേഷം, അതായത് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക്കൽ നടന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ പരസ്പരം നിങ്ങൾ ഒരു മുന്നോട്ട് നല്ല രീതിയിലല്ല നിങ്ങൾ പോകുന്നത്, കണക്ഷൻ പോകുന്ന നല്ല രീതിയിലല്ല. രണ്ടുപേരും പരസ്പരം മാറി നിൽക്കുക, പരസ്പരം മിണ്ടാതിരിക്കുക, പരസ്പരം ഒരു ഹെൽത്തി ആയിട്ടല്ല ഈ ബന്ധം മുന്നോട്ട് പോകുന്നത്. അതുവരെ നല്ല രീതിയിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നു. ഒരു തരത്തിലും എന്താ പറയുക, ഒരു രീതിയിൽ നിങ്ങളെ തെറ്റിക്കാനായിട്ട് എന്താ പറയുക ദൈവത്തിന് പോലും പറ്റില്ല. അത്രത്തോളം മറ്റുള്ളവർക്ക് അത് അസൂയ വരുത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ സ്നേഹം. ഇപ്പോൾ നിങ്ങളുടെ ബന്ധം പതുക്കെ അതൊരു നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, നിങ്ങളായാലും അങ്ങനെ തന്നെയായിരിക്കും. ആ പഴയ ഒരു തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വയം നിങ്ങളായാലും ഒഴിഞ്ഞു മാറുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയായാലും അങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. ഇത്ര നല്ല പോലെ കണക്ഷൻ, ഇത്ര നല്ല രീതിയിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിട്ടും ഇപ്പോഴെന്താ ഇങ്ങനെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇപ്പോൾ പരസ്പരം ഒന്നിനും വിശ്വാസമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കാം ഈ ബന്ധം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതുപോലെ വിശ്വസിച്ച നിങ്ങളായിരുന്നു, അതുപോലെ ആയിരുന്നു നിങ്ങൾ, അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനർജിയിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എനർജിയിലും നിങ്ങൾ തമ്മിൽ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്ത വ്യക്തിയാണിത്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇത് മുൻജന്മത്തിലെ നിങ്ങളുടെ വ്യക്തിയാണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പലവട്ടം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിനെ സോഷ്യൽ മീഡിയ വഴി കണ്ടതായിരിക്കാം, നിങ്ങളുടെ അടുത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെ ആയാലും ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലല്ല നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക, എപ്പോഴോ മുൻജന്മത്തിലേ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു പാർട്ട്ണറായിട്ടാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതീക്ഷ, വിശ്വാസം എല്ലാം നിങ്ങളാണ് കേട്ടോ. ഒരിക്കലും അവരെന്തൊക്കെ നിങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങളെ കൈവിടാൻ അവരുദ്ദേശിക്കുന്നില്ല. അവരുടെ അവരുടെ ജീവനും ജീവിതവും എല്ലാം നിങ്ങളാണെന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും മൊത്തമുള്ള ഒരു റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ മാരേജ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു റീകൺസിലേഷൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളെ തമ്മിൽ ഞാൻ പറഞ്ഞു ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേറെയും വ്യക്തികൾ, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങളെ തമ്മിൽ തീർത്തും നിങ്ങളെ ഈ ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബന്ധം ഹെൽത്തി ആയിട്ട് പോകാത്ത അതുകൊണ്ടാണ്. പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ വന്നതുകൊണ്ട് തന്നെ ഈ ബന്ധം മുന്നോട്ട്
നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് വരും കേട്ടോ. യൂണിവേഴ്സ് ഇത് ഒരു ഇടപെടലുണ്ട് ഈ ബന്ധത്തിന്. എന്തായാലും നിങ്ങളെ ആരൊക്കെയോ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ശാശ്വതമല്ല, അതൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇനി എന്തൊക്കെ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചാലും, കാരണം ഇത് യൂണിവേഴ്സായിട്ട് ചേർത്ത് വെച്ച ബന്ധമാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 2 കപ്സിൻ്റെ താഴെ വന്നിരിക്കുന്നത് ആ ഒരു ലവേഴ്സ്, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട്, സപ്പോർട്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആരൊക്കെ ഇതിനെ തകർക്കാൻ നോക്കിയാലും യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലുണ്ട് നിങ്ങൾക്കിടയിൽ. അപ്പോൾ നിങ്ങളുടെ ബന്ധം അത് അങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന ഒരു ബന്ധമല്ല, ആര് ശ്രമിച്ചാലും അങ്ങനെ ഇല്ലാണ്ടാവുന്ന ബന്ധമല്ല, അത് മുന്നോട്ട് പോകുന്ന ബന്ധം തന്നെയാണ്. ഈ വ്യക്തി എന്തൊക്കെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും, എത്ര നാൾ നിങ്ങളിപ്പോൾ മിണ്ടാതിരുന്നാലും ഈ ബന്ധം ഒരുമിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങളെ ഒരുമിപ്പിക്കും. ആ ഒരു ഡിവൈൻ സമയം വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഒരു പുതിയൊരു തുടക്കം നിങ്ങൾ വരും എന്ന് തന്നെയാണ്. യെസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു പുതിയൊരു തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും. ഇനി എന്തൊക്കെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നല്ല പോലെ കഷ്ടങ്ങളുണ്ട്. ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ഡ്രൈവർ പാലക്കാട്, 41 ഡാൻസ് അറിയുന്നവരായിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ കളർ, ലെറ്റർ T ആണ്. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. സെപ്റ്റംബർ, എബ്രോഡ് ഉള്ളവരായിരിക്കാം. മാരേജ് ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ഗ്രീൻ കളർ, ജൂലൈ മാസം. ട്രിക്കേട്ട, X ആണ്. ലെറ്റർ L ആണ്. D ആണ്. D കേട്ടോ. 22, 18, 8, 25, 50, 20, 12, 23 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു റീഡിങ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്